എത്ര പേര് നിങ്ങൾ ഇപ്പൊ ഈ തട്ടിപ്പിന് ഇരയുണ്ടാവും? ഏകദേശം ഒരു 80-85ഓളം പേര് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജില്ലകളിൽ. അത് ഞങ്ങളിൽ നിന്ന് 1 ലക്ഷം ആണെങ്കിൽ ഇതിൽ 2 ലക്ഷം കൊടുത്ത ആളുകൾ കൈപ്പൊക്കെ, 3 കൊടുത്തവർ കൈപ്പൊക്കെ, അങ്ങനെ പലരും. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ലാസ്റ്റ് ഞങ്ങളടുത്ത് പറഞ്ഞത് ഈ വീടും സ്ഥലം വിറ്റിട്ട് നിങ്ങളുടെ പൈസ തരാണ്. പക്ഷെ ഞങ്ങളത് ഒരു അന്വേഷണം നടത്തപ്പോ 1,30,00,000 അവർ കൊടുക്കാന്ന് പറഞ്ഞു. ഈ 1,30,00,000 അതികൂടെ 1,30,00,000 കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് തീർക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവരത് പറയൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരാളെ കയറ്റി സമയം കാണിക്കാനോ കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പരാതി നിങ്ങൾ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്? ഒല്ലൂർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് സ്റ്റേഷൻ പരിധികളിൽ കയ്പമംഗലം, അവിടെ തൃശ്ശൂര്, എല്ലാ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മളിവിടെ അന്വേഷണം നടത്തിയപ്പോ ഈ പരാതി കൊടുത്തിട്ട് ഒല്ലൂർ സ്റ്റേഷനിൽ ഇന്നിപ്പോ അവിടെ അന്വേഷണമൊക്കെ നടത്തിയപ്പോ പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയല്ലേ, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയത്. എന്റെ വീട് ദാസ്, ചാലക്കുടി മേലൂരാണ് വീട്. ഞാനും എന്റെ മരുമോനും വേണ്ടിയാണ് പൈസ കൊടുത്തത്. പലിശ എടുത്താണ് കൊടുത്തത്. എത്ര കാശ് കൊടുത്തു? 2,80,000. എങ്ങനെയാ കൊടുത്തത്? ബാങ്ക് വഴി. എന്റെ പേര് ജിബിൻ ബൈജു, ഞാൻ ചാലക്കുടി നിന്നാണ് വരുന്നത്. ഞാൻ 4,30,000 കൊടുത്തിട്ടുണ്ട്. 4,30,000 ബാങ്ക് ത്രൂ ആണ് കൊടുത്തത്. എന്നിട്ട് വിളിക്കുമ്പോ 3 മാസത്തിനുള്ളിൽ ശരിയാവുന്ന പറഞ്ഞാണ് ആള് പൈസ മേടിച്ചെടുത്തത്. എന്നിട്ട് വീണ്ടും വിളിച്ചിട്ട് 30,000 രൂപ വീണ്ടും മേടിച്ച് അക്കൗണ്ടിൽ ഇത്ര രൂപ കാണിക്കണം എന്ന് പറഞ്ഞു. 30,000 രൂപ മേടിച്ചു. 30,000 മേടിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ തരാന്ന് പറഞ്ഞു. ഇപ്പൊ 1 കൊല്ലാവാൻ പോണേ. ഞാൻ ചാലക്കുടി ശാന്തിപുരത്ത് വരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാൾക്കാണ് ഞങ്ങൾ പൈസ കൊടുത്തത്. ഞാൻ എന്റെ മകൻ ക്രിസ്റ്റോയ്ക്ക് വേണ്ടിയാണ് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തത്. അപ്പൊ ആളുടെ വീട്ടിൽ വെച്ച് ആളുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോഴാണ് സംസാരിച്ച് ഞങ്ങള് 3 മാസത്തിനുള്ള അവന് ആസ്ട്രേലിയക്ക് കയറ്റി വിടാം എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പൊ അതിന് പകരമായിട്ട് പോയില്ലെങ്കിൽ ചെക്ക് തന്നു. ചെക്ക് ഇപ്പൊ പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അടുത്ത മാസം പോവാം, 5 ദിവസം കഴിയുമ്പോൾ പോവാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം ഞങ്ങൾ പറഞ്ഞു പോകണ്ട, ഞങ്ങൾക്ക് പൈസ തന്നു. പൈസ തരാനായിട്ട് ചെക്ക് ചാലക്കുടി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെക്കാണ്. അത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു അത് ബൗൺസായി, ചെക്ക് അവിടെ പൈസ ഇല്ല അതില്. അങ്ങനെ ഇപ്പൊ ആകെ ഒരു വിഷമസന്ധിയിലാണ്. പേര് ഷൈജി, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഓസ്ട്രേലിയക്ക് പോവാന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ കൊടുത്ത ഓസ്ട്രേലിയക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചാടി വീണത്. എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് തട്ടിപ്പായിരുന്നു നമുക്കറിയില്ലായിരുന്നു. എന്റെ പേര് സതീഷ് എന്നാണ്. എന്റെ വീട് ചാലക്കുടി ചായപ്പൂരി എന്ന് പറയും. അപ്പൊ എന്റെ പൈസ പോയത് ഒരു 1,70 പോയിട്ടുണ്ട്. പല തവണയായിട്ട് പൈസ മേടിച്ചത്. അങ്ങനെ 1,70 പോയിട്ടുണ്ട്. പക്ഷെ ഇവൻ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിസ ആവും എന്ന് പറയുന്നത്. പക്ഷെ 1 കൊല്ലം ആവാറായി. ഇപ്പൊ പൈസ ഇല്ല, ആളില്ല. 1 മാസമായിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ആളുടെ വീടിന്റെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾക്ക് അറിയണം. ഇപ്പൊ നമുക്ക് എന്താ ഒരു പ്രതിവിധി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. പേര് വിനീത് എന്നാണ്. കൊടകരയാണ് താമസം. എൻ്റെ 2 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ബാങ്ക് വഴി ത്രൂ തന്നെയാണ്. ഞാൻ ബജാജിന്റെ ഇതിനെടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലോൺ എടുത്തത്. ഞാൻ KSEBിലെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കൂലിപ്പണിക്കാരനാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ അത് എടുത്തതും. അത് ഇപ്പോഴും ഞാൻ 14,000 രൂപ വെച്ച് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി കാര്യങ്ങളുടെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇതിൽ 3 മാസത്തിനുള്ളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ബജാജിന്റെ ഓൾറെഡി ഞാൻ ബജാജ് എടുത്തിട്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് രക്ഷപ്പെടും എന്നുള്ള അത്രയും വിശ്വാസം, അത്രയും കോൺഫിഡൻറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതിന്റെ പേര് ഞങ്ങൾ എടുത്ത് അതിന്റെ പലിശ കൂടി ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കാൻ, ഇപ്പോഴും തുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കുക. എന്റെ പേര് സനീഷ്, ഞാൻ ഒല്ലൂർ മണ്ഡലം ഡിവിഷൻ പ്രസിഡന്റാണ്. എന്റെ ബ്രദറിന്റെ മകന്റെ പൈസ പോയി നടന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴാണ് ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരും അമ്മമാരൊക്കെ കണ്ടത്. വളരെ ദുഃഖമായ സങ്കടമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇത് കാണുന്നത്. ഒരു CAക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും വീടുകളൊക്കെ വിറ്റിട്ടും ആധാരം പണയപ്പെടുത്തിയിട്ടുമാണ് ഈ പൈസ കൊടുത്തത്. ഇതിൽ കൂടുതൽ കംപ്ലൈന്റ് അവന്റെ പേരിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. പലർക്കും വീട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇതിൽ കൂടി വന്നിട്ടുള്ളത്. എല്ലാവർക്കും നല്ല നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി അതിർത്തിയൊക്കെ വിട്ട് ഒല്ലൂരാണ്. ഒല്ലൂര് സംഭവം ആ ഒരു വീട് കണ്ട, യമണ്ടൻ കലക്കൻ ഗറ്റപ്പൻ വീട്. ഇത് ശിവൻ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വീടാണ്. ആ ശിവൻ ചേട്ടന്റെ വീട്ടിൽ അജിൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു മോനുണ്ട്. അജിൻ. അപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാരാരാ? ഈ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിൽ ചാലക്കുടിക്കാരുണ്ട്, കണ്ണൂക്കാരുണ്ട്, പുതുക്കാടുകാരുണ്ട്, അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളും തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇവരെന്തിനാണ് ഈ ശിവൻ ചേട്ടന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്? കണ്ട, അതേ ചേച്ചിമാരുണ്ട്. കണ്ട, സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അജിൻ ചേട്ടന്റെ അടുത്ത് കുറച്ച് പൈസ ഏൽപ്പിച്ചു. ഇപ്പോ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒല്ലൂരാണ്. ഓസ്ട്രേലിയയുടെ ഈ വീടിന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. എന്താ സംഭവം? കേരളത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരുപാട് തട്ടിപ്പുകൾ. ഈ വിസ തട്ടിപ്പ് എന്ന് പറയുന്നത് അതിലെ ഏറ്റവും വലിയൊരു ക്യാപ്റ്റനാണ് ഈ തട്ടിപ്പുകളുടെ. ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് 7 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളിപ്പോ തന്നെ കൊണ്ടുപോകും, അവിടെ പാക്കിംഗ് സെക്ഷനിലാണ് ജോലി മേടിച്ചു തരാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളുടെ ഓരോ ലക്ഷം രൂപ വീതം
ഈ പാവങ്ങളുടെ നിന്ന് മേടിച്ചു. ചിലരെ 2 ലക്ഷം മേടിച്ചിട്ടുണ്ട്, ചിലരെ അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. അവസാനം അയാൾ ഈ അജിൻകുട്ടൻ പറഞ്ഞു, ഞാനത് പെട്ടുപോയത്, ഞാൻ നിങ്ങൾക്ക് കാശ് തരാം. ഈ പാവങ്ങളെ നടത്തിച്ച് തട്ടിപ്പ് പരിപാടി. കാശിട്ട് തരാം, അതിനുശേഷം ചെക്ക് കൊടുക്കണ്. ഇമാതിരി തട്ടിപ്പ് പരിപാടി. ഈ പാവങ്ങളായിട്ടുള്ള ഈ പൈസ കൊടുത്ത ആൾക്കാർക്ക് എന്താ പറയണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടത് എന്താണ് സംഭവം? ഒല്ലൂരാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയില്ലേ? ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ടാണ് ഒല്ലൂർക്ക് വന്നത്. ഒല്ലൂര് ഓസ്ട്രേലിയ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഒല്ലൂര് ഓസ്ട്രേലിയ ആയിട്ട് മാറ്റി. ഇതെന്താണ് സംഭവം? അതായത് ഞങ്ങൾ ഒരു സുഹൃത്ത് മുഖേന ഇതിനകത്ത് പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളടുത്ത് അവന് ഈ ഓസ്ട്രേലിയയെ കുറിച്ച് ഓസ്ട്രേലിയയെ കുറിച്ച് എ മുതൽ സെറ്റ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവന് അറിയാം. അവൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തെടുത്തതാണോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ഓരോ രാജ്യത്തിന്റെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പെട്ടിരിക്കുന്ന കുറേ പേരുകൾ കാലങ്ങളായിട്ട് ഗൾഫ് കൺട്രിയിലുമായിട്ട് ജോലി ചെയ്തിരിക്കുന്ന കുറെ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇവന്റെ സംസാരത്തിൽ വിശ്വാസം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷം രൂപ നിങ്ങൾ 6 ലക്ഷം രൂപ വിസയ്ക്കും, 1 ലക്ഷം രൂപ നിങ്ങൾ എൻ്റെ കൈവശം തരും വേണം, 5 ലക്ഷം രൂപ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ മാസം അതിന്റെ ശമ്പളത്തിന് കുറേശ്ശെ നിങ്ങൾക്ക് പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് വളരെ സന്തോഷമായി. 6 ലക്ഷം രൂപ നമ്മുടെ കയ്യിലില്ല കൊടുക്കാൻ. 5 ലക്ഷം നമ്മൾ ജോലി ശമ്പളം കിട്ടുമ്പോൾ അതിന് കുറച്ചെടുത്താലും നമ്മുടെ കുടുംബം കഴിഞ്ഞ് പോകാനുള്ള ഒരു വരുമാനം നമുക്ക് ഉണ്ടാവുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മുടെ കുറേ മാസങ്ങളായി, 3 മാസത്തിനുള്ളിൽ നമുക്ക് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു. നമ്മുടെ മൊബൈലിലേക്ക് OTP നമ്പർ വരും. OTP നമ്പർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗവൺമെന്റ് അംഗീകരിച്ചാലാണ് OTP വരുള്ളൂ. അത് വിശ്വസിച്ച് നമ്മൾ അത് ഒരാളുടെ OTP വന്നു. അവന് സെർച്ച് ചെയ്തപ്പോൾ ഇതങ്ങനെ ഒരു OTP അവിടെ നിന്നില്ല. ഇവൻ അങ്ങനെ ഒരു OTP ഇതിൻ്റെ കൂടെ കടത്തിവിട്ട് അത് കാണിച്ചതാണ് നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 മാസത്തിനുള്ളിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടാണ് ഈ 1 ലക്ഷം രൂപ. ഇതിനുള്ളിൽ ഇവൻ ഒരു 30,000 രൂപ 1 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഇടയിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു 30,000 രൂപയും കൂടി വേണം നിങ്ങളുടെ ബാങ്കിന്റെ എമർജൻസി ആയിട്ട് ബാങ്കിന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ 30,000 രൂപയും വേണം. പലരിൽ നിന്നും ഇതിൽ നിന്ന് 30,000 രൂപ വെച്ച് വാങ്ങിച്ചു. കഴിഞ്ഞ 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. ആ ലാസ്റ്റ് ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു 25-ാം തീയതി ഇവിടെ വന്നു. 25-ാം തീയതി വന്നു കഴിഞ്ഞപ്പോൾ 26 ഇവൻ പറഞ്ഞു ഈ മാസം ഓക്കെയാണെന്ന് പറഞ്ഞു. നമ്മളത് വിശ്വസിച്ച് 26-ാം തീയതി വന്നപ്പോൾ ഇവൻ ഈ വീട്ടിൽ നിന്ന് പോയി, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. എൻ്റെ പേര് മുഹമ്മദ്, വരുന്നത് കൊടകരന്നാണ്. അപ്പോൾ പൈസ കൊടുത്തിട്ട് ഒരു കൊല്ലം കഷ്ടിയായി. എത്ര കാശ് കൊടുത്തു? ഞാൻ 2 ലക്ഷം. 2 ലക്ഷം. അത് എന്റെ കൂട്ടുകാരന്മാരെ കൊടുത്തിട്ടുണ്ട്. ഇവൻ പറഞ്ഞിട്ട് ഇതേപോലെ കൂട്ടുകാരന്മാരുണ്ട്, 3-4 പേരുണ്ട്. അതിൽ വന്നിട്ടുണ്ട്, ചില വന്നില്ല. ഇവൻ ഇന്ന് കൊണ്ടുപോകാം. അത് കൂടെ 35 ദിവസമാണ് പറഞ്ഞ ഡേറ്റ്. 35 പോയിട്ട് ഇപ്പൊ ഒരു കൊല്ലം ആവാറായി. അപ്പൊ അവൻ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവൻ ഇപ്പൊ നീട്ടിക്കൊണ്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഉടായിപ്പാന്ന്. പിടിച്ചപ്പോൾ പറഞ്ഞ അവനെ പറ്റി പറഞ്ഞു. പക്ഷെ അന്വേഷിച്ചപ്പോ ഇവൻ ആർക്കും കാശ് കൊടുത്തിട്ടില്ല. കാശുള്ള അവൻ്റെയൊക്കെ ഉണ്ട്, അതിപ്പോ നാട്ടിലും ഇല്ല. അപ്പൊ നമ്മളതിന് വേണ്ടിയുള്ള പ്രതിഷേധം വന്നത്. ഇപ്പൊ വന്നപ്പോ അച്ഛനും അമ്മയും ഇവന്റെ ഒപ്പാണ്. ഇവനിലൊരു ഉടായ്പാണ് അവർ കളിക്കുന്നത്. ഉടായ്പന്റെ ഉസ്താദാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ അത് മോനിൽ കിട്ടാണ്ടിരിക്കില്ല. അമ്മ അല്ലെങ്കിൽ ഉടായ്പാണ്. ഈ അച്ഛനും അമ്മ ഇരിക്കുമ്പോഴാണ് ഇവൻ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് കാശ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നല്ലതാണെങ്കിൽ അച്ഛനെ പറയാനല്ലോ ഇവർക്ക് കാശ് കൊടുക്കേണ്ട പോവില്ല എന്ന്. ഇവര് കാശും മേടിച്ച് ഈ മോനും നാളെ കടത്തിയിട്ട് അവർക്ക് അറിയാതെ പറഞ്ഞത്. സത്യത്തിൽ അവർക്ക് അറിയാണ്ടിരിക്കില്ല. എന്തായാലും ഈ അച്ഛനും ഉടായ്പ കാരണം അവർക്ക് അറിയിക്കും എവിടെയാന്ന്. ഞങ്ങൾ വെച്ചിട്ട് ഇവന് യാതൊരു അറിയിപ്പില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് കാശ് പെട്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഭവൻസ് എന്ന് പറഞ്ഞ കോളേജ് കൊടുങ്ങല്ലൂരുണ്ട്. ടീച്ചർ മുഖേനയാണ് ഞാൻ ഇവിടെ ഈ അജിനായിട്ട് കോൺടാക്ട് ആവുന്നത്. അതായത് ചിത്രഭാനു മുഖേനയാണ്. ചിത്രഭാനു മുഖേനയാണ് ടീച്ചർ ഷിബ മിസ് ഭവൻസ് കോളേജ് നടത്തുന്നത് കൊടുങ്ങല്ലൂര്. അപ്പോ ആ ടീച്ചർ മുഖേനയാണ് ഞാൻ ചിത്രഭാനുമായിട്ട് കോൺടാക്ട് ആവുന്നത്. ചിത്രഭാനു ഏജന്റാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ അപ്പുറത്തെ സ്റ്റേജാണ് അജിൻ. ഈ നമ്മളങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ അജിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ പൈസ കൊടുക്കുന്നത്. അതായത് അക്കൗണ്ട് ത്രൂ ആണ് പൈസ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് അജിന്റെ ഈ തട്ടിപ്പ് ചിത്രഭാനുവിന് അറിയാം, കൂടെ ഈ ടീച്ചർക്കും അറിയാം. ടീച്ചർ 1 ഇയർ ആയിട്ട് ടീച്ചർക്ക് ഇതിനെ കുറിച്ച് ബോധ്യമുണ്ട്, തട്ടിപ്പാണെന്നുള്ള ബോധ്യമുണ്ട്. ടീച്ചർ ജസ്റ്റ് ഒരു 3 മാസം മുമ്പാണ് പൈസ മേടിക്കാൻ നോക്കിക്കോ എന്ന് മാത്രം പറഞ്ഞുള്ളൂ. ഈ തട്ടിപ്പാണെന്ന് ബോധ്യമുള്ളത് 1 ഇയർ മുമ്പായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ ചിത്രഭാനു എന്ന് പറയുന്ന ആളും ഈ അജിന്റെ എല്ലാ തട്ടിപ്പിനും കൂട്ടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഈ ചിത്രഭാനുവിനും ടീച്ചർക്കെതിരെ ഞാൻ കൈപ്പമംഗലം സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം അവരെ വിളിപ്പിച്ചിരുന്നു. അവരാരും വന്നില്ല. അതിനുശേഷം ടീച്ചർ വരാന്ന് പറഞ്ഞിട്ട് ടീച്ചർ വന്നില്ല. അതിനുശേഷം ഈ ചിത്രഭാനു ഒരു 2 ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പിന്നെ വീണ്ടും ആ 2 ദിവസം ഡേറ്റ് കഴിയുമ്പോൾ വീണ്ടും പറയും നാളെ വരാം, മറ്റന്നാൾ വരാം. അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. അജിനും മുങ്ങും ചെയ്തു. ഷിഹാബുദ്ദീൻ എന്റെ വീട് കൊടകര. ഞാൻ ഇതേമാതിരി തന്നെ എന്റെ ഫ്രണ്ട്സുകൾ അതിന്റെ ബ്രദറാണ് സംസാരിച്ചത്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഒരു ചിത്രഭാനുവിന്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ആ പുള്ളിക്കാരന്റെ ഫ്രണ്ടാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. 35 ദിവസത്തിൽ നിങ്ങളെ കൊണ്ടുപോകാം, വേറെ പേപ്പറുകളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആധാർ കാർഡും നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും കൊടുത്താൽ മതി, ഒക്കെ കോപ്പി കൊടുത്താൽ മതി, ഒറിജിനലൊന്നും വേണ്ട.
അപ്പോൾ നമുക്ക് തിരിച്ച് ഞങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റി ആണെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ചെക്ക് ലീഫും തരാം, സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒപ്പിട്ട് തന്നു. ഞങ്ങൾ 35 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ട് തന്നില്ല നിങ്ങൾക്ക് പൈസ തിരിച്ച് തരാമെന്നുണ്ടായിരുന്നു. 2 ലക്ഷം രൂപ കൊടുത്ത 1,80,000 തരാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെക്ക് ലീഫ് 1 ലക്ഷം, മറ്റേ 80,000 1,80,000 നമുക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ 6 മാസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല, പൈസ കിട്ടുന്നില്ല എന്നും വിളി, ഞങ്ങളോട് വന്ന് പോവുക. ഇതിനിടയിൽ ചുരുങ്ങിയത് ഒരു 19 പ്രാവശ്യം ഞങ്ങൾ വന്ന് പോയിട്ടുണ്ട്. നമ്മൾ ജോലിയും കാട്ടിയാണ്, ഞങ്ങളെ കോർച്ച് ഡ്രൈവർമാരാണ്. ഇത് കഴിഞ്ഞത് ഇപ്പൊ അടുത്ത് ഞങ്ങളിപ്പോ ഇവന്റെ തന്ന പ്രൂഫുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ആധാർ കാർഡ് ഉണ്ട്, ലൈസൻസ് ഒക്കെ ഇതൊക്കെ ഫേക്ക് ആണ്. ഇതൊക്കെ നമ്പർ, ആധാർ കാർഡ് വരെ നമ്പർ മാറ്റിയെടുത്തത്, ലൈസൻസ് ഒക്കെ നമ്പർ മാറ്റിയെടുത്തത്. നമുക്ക് അതിന്റെ ഒരു പ്രൂഫ് ഒന്നും തന്നേക്കുന്നതൊക്കെ ഫേക്ക് ആണ് തന്നേക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ എത്ര പ്രാവശ്യം വന്ന് കയറി ഇറങ്ങി നമുക്ക് തന്നെ അറിയില്ല. മൊത്തം 2 ലക്ഷം വെച്ച് നല്ലൊരു എമൗണ്ട് പോയിട്ടുണ്ടല്ലോ. ആരെ കൊണ്ടുപോകാനാ ഓസ്ട്രേലിയക്ക് പോകാൻ? എത്ര പൈസ? എന്റെ മകന് വേണ്ടിട്ട്. എവിടെ വീട് ചേട്ടൻ്റെ? ടീച്ചറാ, ചാലക്കുടി. എത്ര കാശാണ്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ അടച്ചത്? ജിപേ വഴിയായിട്ടാണ് അടച്ചത്? ബാങ്ക് വഴി. ഞാൻ കൊടകരന്നാണ്. നമ്മൾ ഒരു 1,30,000 കൊടുത്തിട്ടുണ്ട്. 1 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇവർ ഇതന്നെ പറയുന്നത്. പക്ഷേ വീട് വിൽക്കാൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഒന്നും ചെയ്തിട്ടില്ല. അത് വെറുതെ പറഞ്ഞു നിൽക്കണം. ഒരു ഫാമിലി ആയിട്ട് അതൊരു ഇതാണ്. അച്ഛൻ പറയുമ്പോൾ അങ്ങനെ പറയാം, അമ്മ അങ്ങോട്ട് പറയും. ഫാമിലി ആയിട്ട് അവർ ഭയങ്കര ഇതാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോൾ അവൻ്റെ കണ്ടു ഒക്കെ കുറേ പാട് കഴിച്ച് കൊടുക്കുന്ന കാഴ്ചകളാണ്. എൻ്റെ പേര് സിനോജ്. ഞാൻ എൻ്റെ വീട് വരുന്നത് പറപ്പൂരാണ്. ഞാനിപ്പോൾ ജനുവരിയിലാണ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആൾ 1 ലക്ഷം വേണമെന്ന് പറഞ്ഞ് അത് കൊടുത്തു. ജീപ്പ മുഖേനയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 17 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഒരു 30,000 രൂപ വേണമെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ബാങ്ക് ട്രാൻസ്ഫറിങ്ങിന് കാണിക്കാനായിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൊടുത്ത് 3 മാസമാണ് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഡോക്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, OTP വരും അങ്ങനെ പറഞ്ഞ്. അതിന് പിന്നെ അത് ഡിലേ അങ്ങനെ പോവാണത്. എന്താ ചെയ്യണം? ഞാനിപ്പോൾ ഫാസ്റ്റ് ടാഗിന്റെ പരിപാടിയാണ്. എന്റെ പേര് വർഗീസ്, പേരാമ്പ്ര സ്ഥലം. എന്റെ ഒന്ന് മേടിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയ കൊണ്ടുവന്നിട്ട് ഡ്രൈവർ ബസ്സായിട്ട്. ഇപ്പൊ മുങ്ങി. ചേട്ടൻ ഡ്രൈവറാ. ഭായി ഒല്ലൂക്കാരനല്ലേ? ഇയാളെ ശരിക്കും പറഞ്ഞാൽ അറിയോ? അധികം അറിയത്തില്ല. അതായത് എന്റെ വീട് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാ. ക്രിസ്റ്റഫറാണ് സ്ഥലം. ക്രിസ്റ്റഫറാണ് സ്ഥലം. ഇങ്ങനൊരു ഓസ്ട്രേലിയ പോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനും അതിൽ പോയി ഇതായി. പക്ഷെ ആളിങ്ങനെ എത്ര കാശ് എടുത്തിട്ടുണ്ട്? എന്റെ ഒരു 1,30,000 രൂപ പോയിട്ടുണ്ട്. ആളിങ്ങനെ ചതിയിൽ പെടുത്തിന്ന് ഇപ്പോഴാണ്